ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ദേവൻ തിരുവാഴിയുടെ ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നാടെങ്ങും നവരാത്രി ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നവരാത്രി ആഘോഷം എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്, നവരാത്രി ആഘോഷത്തിൽ ബൊമ്മക്കൊലു എങ്ങനെയാണ് വെക്കേണ്ടത്, എങ്ങനെയാണ് അലങ്കരിക്കേണ്ടത്, ചിട്ടകൾ എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ എത്തിയിരിക്കുന്നത് എറണാകുളം പാലാരിവട്ടം സ്വദേശി എൻ്റെ സുഹൃത്തുമായ ശ്രീരാം ജിയുടെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും കുടുംബാംഗങ്ങൾക്കും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നവരാത്രി ആഘോഷങ്ങൾ നമുക്ക് ഇന്ന് ഈ കുടുംബത്തോടൊപ്പം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സുഹൃത്ത് ശ്രീരാംജിയുടെ വീട്ടിലാണ് നമ്മൾ, കുടുംബത്തോടാണ് നമ്മൾ ഇപ്പോൾ ഈ നവരാത്രി ആഘോഷം ആഘോഷിക്കുന്നത്. നമുക്ക് നവരാത്രിയെ കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഒരുപക്ഷെ എല്ലാവർക്കും അറിയുമായിരിക്കാം, എങ്കിൽ കൂടി കുറച്ചുകൂടി വിശദമായ കാര്യങ്ങളിലേക്ക് നമുക്ക് ഈ കുടുംബം എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് കുടുംബത്തോടൊപ്പം. അപ്പൊ അവരുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. നമ്മൾ ഈ നവരാത്രി ആഘോഷം എന്ന് മുതലാണ് തുടങ്ങുന്നത്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കാം, പക്ഷെ എങ്ങനെയാണ് ഒരു നവരാത്രി ആഘോഷിക്കുന്നത് എന്നൊരു ചെറിയ വാർത്ത. നമ്മുടെ കന്നിമാസത്തിലെ അമാവാസ്യ കഴിഞ്ഞിട്ടുള്ള 9 ദിവസമാണ് നവരാത്രി ആഘോഷിക്കുന്നത്. അപ്പൊ അത് തലേദിവസത്തിന്റെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി ദേവിയെ വീട്ടിലേക്ക് വരുത്തുന്ന ദിവസം ആയതുകൊണ്ട് എല്ലാവരും കറക്റ്റായിട്ട് എല്ലാം ശരിയാക്കി, പൂജാമുറിയെല്ലാം ശരിയാക്കി അമാവാസ്യയുടെ വൈകുന്നേരം ആദ്യം കലശത്തില് നാളികേരം മാവലപ്പത്തൊക്കെ വെച്ച് അത് നല്ലോണം അലങ്കരിച്ച് നമ്മൾ ദേവിയെ അതിൽ ആവാഹിച്ച് 9 പടി 9, 7 നമുക്ക് 1, 3, 5 ഒറ്റതായിട്ടാണ് സ്റ്റെപ്പ് ഉണ്ടാക്കുന്നത്. സ്റ്റെപ്പൊക്കെ നമ്മൾ തലേദിവസങ്ങളിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കും. അതെ, പൊലി വെക്കുന്നത്. അപ്പൊ ദേവിയെ നമ്മൾ ആവാഹിക്കാൻ വേണ്ടി ആദ്യം കലശത്തില് വെച്ചിട്ട് പൂജാമുറിയിൽ വെച്ചിട്ട് പിന്നെ ബൊമ്മ വെക്കണം. ബൊമ്മ എന്ന് പറയുന്നത് ദൈവത്തിന്റെ എല്ലാം ഈ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ബൊമ്മകളായിരിക്കും. അതില് ഈ സാൻഡ് രക്തജനത്തിന്റെ മരത്തില് മരപ്പാച്ചിയിൽ പറയുന്നുണ്ട്. ആണിന്റെ പെണ്ണിന്റെ രൂപമാണത്. അതാണ് അതില് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കലശം വെച്ച് കഴിഞ്ഞ ഉടനെ ആദ്യം അത് വെക്കും. അത് വെച്ചതിന് ശേഷം പിന്നെയാണ് നമ്മൾ ഓരോരോ ലെയറിലായിട്ട് അത് 1, 3, 5, 7, 8, 9, 11 ഒറ്റ സംഖ്യയിലാണ്. ആ പടികൾക്കും ഐതിഹ്യം ഉണ്ട്. അപ്പൊ ഇതിന് നമ്മൾ ഓരോരോ ഇതിലാണ് ഓരോരോ വെക്കുന്നത്. അത് വെച്ച് അത് മാക്സിമം ഡെക്കറേഷൻ ചെയ്യണം. നമ്മൾ ദൈവത്തിനെ എത്രത്തോളം സന്തോഷമായിട്ട് വീട്ടിലേക്ക് വരുത്തണോ എന്നുള്ളതാണ് അതിന്റെ മെയിനായിട്ട് ഉള്ളത്. ആ 9 ദിവസം 9 ഭാവത്തിലാണ് നമ്മൾ ദേവിയെ കാണുന്നത്. ഓരോരോ ദിവസത്തിനും ഓരോരോ ഭാവങ്ങളുണ്ട് ദേവിക്ക്. ഇപ്പൊ അമാവാസ്യ പദമ തൊട്ട് ദശമി വരെയാണ്. ആദ്യത്തെ 3 ദിവസം ദുർഗ, പിന്നത്തെ 3 ദിവസം ലക്ഷ്മി, ലാസ്റ്റ് 3 ദിവസമാണ് സരസ്വതി. 9 ദിവസം ഒന്നാമത്തെ ദിവസം ശൈലപുത്രി നവദുർഗ എന്ന് പറഞ്ഞു കുട്ടികളെ. പിന്നെ 2ാമത്തെ ദിവസം ബ്രഹ്മചാരിണി നവദുർഗ. 3ാമത്തെ ദിവസം ചന്ദ്രഗന്ധ നവദുർഗ. 4ാമത്തെ ദിവസം പുഷ്പഗന്ധ പുഷ്മാണ്ഡ നവദുർഗ. 5ാമത്തെ ദിവസം ഇന്നാണ് 5ാമത്തെ ദിവസം സ്കന്ദമാത നവദുർഗ. 6ാമത്തെ ദിവസം കാർത്യായനി നവദുർഗ. 7ാമത്തെ ദിവസം കാളരാത്രി നവദുർഗ. 8ാമത്തെ ദിവസം മഹാഗൗരി നവദുർഗ. 9ാമത്തെ ദിവസം സിദ്ധദാത്രി നവദുർഗ. ഈ 9 രൂപങ്ങളിലായിട്ടാണ് ദുർഗയെ നമ്മൾ നവരാത്രിയിൽ ഓരോ ദിവസവും ആരാധിച്ചു പോകുന്നത്. ഓരോ ദിവസം ദുർഗയെ ആരാധിക്കാൻ നേരത്ത് ഓരോ പ്രസാദങ്ങൾ, ദുർഗയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശർക്കര വെച്ചിട്ടുള്ള പ്രസാദങ്ങൾ നമ്മൾ എല്ലാ ദിവസവും നിവേദിക്കുന്നു. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമായിട്ട് നിവേദ്യങ്ങൾ നടത്തുന്നു. രാവിലത്തെ പ്രസാദം മിക്കവാറും നമ്മൾ വീട്ടിൽ വെക്കുന്ന അന്നം തന്നെ, അന്നവും ശർക്കരയും നെയ്യും കൂടി കൂട്ടി വെച്ച് വെള്ളിത്തളികയിൽ വെച്ച് ഭഗവാനായിട്ട് നിവേദിച്ചിട്ട് ആ നിവേദ്യമാണ് നമ്മൾ ഓഫീസിലേക്കാണെങ്കിലും വീട്ടിലാണെങ്കിലും എല്ലാ ദിവസവും ആ നിവേദ്യമാണ് നമ്മൾ
ഈ 9 ദിവസവും കഴിക്കുന്നതെന്നുള്ള ഒരു സങ്കല്പത്തിലാണ് നമ്മൾ നിവേദ്യം രാവിലെയാണ് വൈകുന്നേരം ഏത് സമയത്താണ് സമയം വെച്ചിട്ട് അങ്ങനെ 3 നേരത്തും 3 നേരത്തും കൊടുക്കണം. രാവിലെ നമ്മൾ അന്നയച്ച് വെക്കുന്നത് കൊണ്ട് വൈകുന്നേരം 3 മണിക്ക് മുമ്പ് 3 മണിക്ക് ശേഷം 3 മണി ഒരു സമയമുണ്ട്. അത് ആ സമയത്ത് നിവേദിക്കും. പിന്നെ രാത്രി നമ്മൾ പാല് കാച്ചി പാല് പഞ്ചസാര വെച്ച് വേവിക്കും. 3 നേരം കൊടുക്കണം. 2 നേരമില്ലാവുള്ളൂ. 3ാമത്തെ നേരം പാല് വെച്ച് പഞ്ചസാര ഇട്ട് വേവിക്കും. അതൊരു നിവേദ്യമായിട്ട് നമ്മൾ ഈ നിവേദ്യങ്ങൾ സമർപ്പിക്കുമ്പോൾ വീട്ടില് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ചും പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ആ നിവേദ്യം ചെയ്ത അന്നം അവർക്ക് ഭോജ്യമായിട്ട് കൊടുത്ത് ആണ് നമ്മൾ എല്ലാ ദിവസവും. അത് അല്ല, കുട്ടികളില്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആണ് ദൈവസങ്കല്പമായിട്ട് ദേവിയുടെ സങ്കല്പമായിട്ട് കുട്ടികളെ നിർത്തിയിട്ടാണ് അവർക്കാണ് കൊടുക്കുന്നത്. അതാണ് ഒരു വലിയ ആചാരത്തിന്റെ ഭാഗം. ഇതിൽ 2 കാറ്റഗറി ഓഫ് ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. ഒന്ന് ചെറിയ കുട്ടികൾ, കന്യാകുമാരികളും ആൺകുട്ടികളായിട്ടുള്ള, അതായത് 12 വയസ്സിന് താഴെയുള്ള ചെറിയ കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ഉള്ള ദിവസങ്ങളാണ് ഈ നവരാത്രി. 2 സുമംഗലികൾ. സുമംഗലികൾക്ക് ഈ പറഞ്ഞ വെറ്റില വാക്ക്, ഒരു വസ്ത്രം, പഴം, നാളികേരം, അതേപോലത്തെ സാധനങ്ങൾ വെച്ചിട്ട് താമ്പൂലമായിട്ട് നമ്മൾ കൊടുക്കുന്നതും, നമ്മൾ അതേപോലെ തന്നെ പല ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മൾ താമ്പൂലം മേടിക്കുന്നതും രണ്ടും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സാധനമാണ്. അവരെയൊക്കെ ദേവിയായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ഈ കന്യാപണിക്ക് അപ്പൊ അവരും ഈ നവരാത്രി ആഘോഷമായിട്ട് ബന്ധപ്പെടുന്നത്. അവരിപ്പോ ദുർഗയായിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് പൂജകളോ അല്ലെങ്കിൽ അങ്ങനെ കുട്ടികളെയാണ് അവർക്ക് എല്ലാ ദിവസവും ഈ 9 ദിവസവും കന്യാപൂജ നടത്തി. ഇപ്പൊ ഈ പറഞ്ഞ നമ്മുടെ സംസ്കാരം രൂപം പറഞ്ഞല്ലോ 9 ഭാഗം. ആ 9 ദിവസം പണ്ട് എല്ലാ അപ്പൊ നമ്മുടെ വീട്ടിലെ ഈ മോളാണെങ്കിൽ നമ്മുടെ ദുർഗ എന്ന പേര് അപ്പൊ ഈ ഒരു ഇതിനെ 9 ദിവസവും 9 തരത്തിലുള്ള 9 രൂപത്തിലാണ് നമ്മൾ പൂജിക്കുന്നത്. 9 രൂപത്തിലാണ്. അത് ഭഗവാൻ ഒന്നേ ഉള്ളൂ. എന്നാൽ പല 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 രൂപങ്ങളിൽ നമ്മൾ ഭഗവാനെ കാണുന്നു എന്നുള്ളത് പറയുന്ന പോലെ തന്നെ കുട്ടിയെ നമ്മൾ പല രൂപങ്ങളിൽ, ദുർഗയുടെ തന്നെ പല രൂപങ്ങളിൽ കാണുന്നു. ആ രൂപത്തെ നമ്മൾ ഓരോ ദിവസം ആരാധിക്കുന്നു എന്നുള്ളത്. ഇതിപ്പോ നമ്മൾ ചെയ്തത് ഏത് ദിവസത്തെ? ഇന്ന് 5ാമത്തെ ദിവസത്തെ പൂജയാണ് നമ്മൾ ചെയ്യുന്നത്. അമ്പലങ്ങളില് ദേവീ ക്ഷേത്രങ്ങളില് ഈ 9 ദിവസവും ഉള്ള വിഗ്രഹങ്ങൾ 9 തരത്തിലുള്ള ഡെക്കറേഷൻസ്, ഭാവങ്ങൾ കൊണ്ടുവന്ന് ഡെക്കറേഷൻസ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പൂജ ചെയ്യും, പൂജയുടെ കാര്യം പറഞ്ഞത്. പൂജ ചെയ്യുമ്പോൾ വീട്ടില് ആരാണ് ചെയ്യേണ്ടത്? മുതിർന്ന ആൾക്കാരാണ്, സ്ത്രീകളൊക്കെ സ്ത്രീകളെ ചെയ്യും. ഇത് സ്ത്രീകളുടെ ഈ നവരാത്രി ആഘോഷം കൂടുതലും സ്ത്രീകളുടെ ആയിട്ടുള്ള ആഘോഷമാണ്. സ്ത്രീകളുടെ ആഘോഷമാണ്. സ്ത്രീകൾ തന്നെയാണ് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. വീട്ടിലുള്ള പൂജകൾ കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിലും ഗുരുവിനുള്ള നിവേദ്യങ്ങൾ ചെയ്യുന്നതാണെങ്കിലും ഗുരുവിനുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സ്ത്രീകൾ തന്നെയായിരിക്കും കൂടുതൽ. അതിനർത്ഥം പുരുഷന്മാരുണ്ടാവില്ല എന്നല്ല, അവരുടെ സപ്പോർട്ടോട് സ്ത്രീകളായിരിക്കും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് എല്ലാം ചെയ്യുന്നതൊക്കെ സ്ത്രീകൾ തന്നെയായിരിക്കും. അവർക്കാണ് ഇമ്പോർട്ടൻസ്. ഇന്നിപ്പോ നവരാത്രി ആഘോഷത്തിലെ 5ാമത്തെ ദിവസമാണല്ലോ. അപ്പൊ ഇന്നത്തെ പൂജ, നമ്മളെ കന്യാപൂജ, ഇന്നത്തെ പൂജ നമ്മള് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇന്ന് നമ്മള് നമ്മുടെ ദുർഗയ്ക്ക് പൂജ ചെയ്യുന്നത് സ്കന്ദമാത പൂജയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് കന്യാപൂജയില് 5ാമത്തെ ദിവസത്തെ പൂജയാണ്.
കുട്ടിയെ നമ്മളെ ദേവിയായിട്ട് സങ്കല്പിച്ചിട്ട് എല്ലാ ഉപചാരങ്ങളും ചെയ്യണം. അതായത് ആദ്യമേ നമ്മൾ എത്തി കാല് കഴിച്ച് കുട്ടിക്ക് മഞ്ഞൾ കുങ്കുമം ഇട്ട് അവളെ ദേവിയെ അലങ്കരിച്ച് സന്തോഷിപ്പിക്കാൻ കുട്ടിക്ക് വേണ്ട എല്ലാ വസ്ത്രങ്ങള് അതുമാതിരി ഒരു കുട്ടിയെ നമ്മൾ ദേവിയെ എത്രത്തോളം നമ്മൾ ഒരുക്കണോ അത്രത്തോളം നമ്മൾ കുട്ടിയെ ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ കുട്ടിക്ക് കൊടുക്കണം. അപ്പൊ ആ സന്തോഷം ആ കുട്ടിക്ക് അത് കാണുമ്പോഴുള്ള ആ സന്തോഷം അത് ദേവിയെ പ്രീതിപ്പെടുത്തിയതിന് തുല്യമാണ് നമുക്ക്. എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ ചെയ്യാം. അമ്മ ചെയ്യാം, മുത്തശ്ശി ചെയ്യാം. ഇപ്പൊ ഞാൻ അവൾക്ക് മുത്തശ്ശിയുണ്ട്, മുത്തശ്ശി ചെയ്യാം. പിന്നെ ആർക്ക് വേണമെങ്കിൽ സുമംഗരികൾക്ക് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ വേറെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ ഇപ്പൊ 9 ദിവസത്തേക്ക് 9 കുട്ടികൾ വേണമെങ്കിൽ നമ്മൾ ഓരോ ദിവസം ഓരോരുത്തരും വിളിക്കും. അപ്പൊ ചെറിയ കുട്ടികളെ കൊണ്ട് അമ്മയും കുട്ടിയും കൂടെ വിളിക്കും. എന്നിട്ട് ഇതുമാതിരി കുട്ടിക്ക് എല്ലാം ചെയ്തിട്ട് അമ്മയ്ക്കും ഇതുമാതിരി സാരി ബ്ലൗസ് എല്ലാം ചീപ്പ് കണ്ണാടി മാക്സിമം എന്തൊക്കെ നമ്മളെ കൊണ്ട് നമ്മുടെ കഴിവിനനുസരിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ വെറ്റിലമാർക്ക് പൂവ് മഞ്ഞൾ കുങ്കുമം അതാണ് ഇതിന്റെ മെയിൻ. നമ്മൾ എത്ര പേർക്ക് കൊടുക്കണോ അത്രയും നല്ലതാണ് വീട്ടിലേക്ക്. വീട്ടിലേക്ക് ഐശ്വര്യമാണ്. നമ്മൾ ഒരെണ്ണം കൊടുത്താൽ 10 പേർക്ക് കൊടുത്ത ഫലമാണ്. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ് വളകൾ കൊടുക്കുന്നത്. നമ്മള് ദേവി നമ്മുടെ വീട്ടിലേക്ക് എഴുന്നള്ളി വരുന്നു എന്നുള്ള രൂപത്തിലാണ്. ഇപ്പൊ നമ്മുടെ മോള് ഇന്ന് ദേവിയായിട്ട് ഇരിക്കാൻ നേരത്ത് അവൾക്ക് കാല് കഴുകി, ദേവിയാണ് നമ്മുടെ വീട്ടിൽ വരുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? കാല് കഴുകി അവൾക്ക് കുങ്കുമ ചന്ദനം ഇട്ട് അവൾക്ക് അന്നം വസ്ത്രം അതേപോലത്തെ സാധനങ്ങൾ കൊടുത്ത് അവൾക്ക് മാലയിട്ട് അവൾക്ക് ബാക്കി വേണ്ട ആരതി ഒഴിഞ്ഞ് ദേവിയായിട്ട് സങ്കല്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. വളരെ വലിയൊരു സങ്കല്പമാണ് നമുക്ക് നവരാത്രി ആഘോഷം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ലോകം മാതൃകയാക്കേണ്ട വലിയൊരു മാതൃകയാണ് അത്. കാരണം ഒരു നമ്മുടെ വീട്ടിലെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ നമ്മുടെ അമ്മയാവട്ടെ അല്ലെങ്കിൽ മകളാവട്ടെ സഹോദരിയാവട്ടെ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവരൊരു ദൈവമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് നമ്മൾ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇത് പണ്ട് തൊട്ട് തന്നെ സ്ത്രീ ശാക്തീകരണം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. അമ്മയെ അല്ലെങ്കിൽ മകളെ ദൈവമായിട്ട് കണ്ടാണ് നമ്മൾ വളർന്നു വരുന്ന ഒരു സങ്കല്പം. ഇടയ്ക്ക് വെച്ച് എവിടെയോ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് കുറച്ച് നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകും. അല്ലെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻ ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് പാസ് ഓൺ ആയില്ല എന്ന് തോന്നും. ഇന്ത്യ തന്നെ പല സംസ്ഥാനങ്ങളിലും പല തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ള സ്ഥലങ്ങളാണ്. അതിൽ തന്നെ നമ്മൾ അയോധ്യ പോലെ അല്ലെങ്കിൽ നോർത്തേൺ ഇന്ത്യയിലേക്കൊക്കെ പോകാൻ കൂടുതലും കാണുന്നത് ശ്രീരാമന്റെ ലങ്കാ വിജയം ആഘോഷിക്കുന്ന ദസറയായിട്ട് ആഘോഷിക്കുന്ന ആൾക്കാരാണ് നമ്മളോട് കാണുന്നത്. അവിടെ നിന്ന് നമ്മൾ കുറച്ചങ്ങോട്ട് മാറി കൽക്കട്ട വെസ്റ്റ് ബംഗാൾ ആ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 9 ദിവസം അവിടെ കാളി പൂജയാണ്. കാളിക്കുള്ള 9 ദിവസത്തെ അല്ലെങ്കിൽ അവിടെ ദേവീ സങ്കല്പമാണ്. അവിടെ താഴേക്ക് സദേൺ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഒരു മിക്സ് കൾച്ചറാണ് നമുക്ക് പൊതുവെ വരുന്നത്. നമ്മളിവിടെ ശ്രീരാമനെയും ആരാധിക്കും. നമ്മളിവിടെ ശ്രീരാമനെയും ആരാധിക്കുന്നുണ്ട്. അത് അതിന്റെ ഒരു സങ്കല്പവും അതിന്റെ ഒരു ആഘോഷവും അതിന്റെ കൂടെ തന്നെ ദേവിയുടെ ആഘോഷം. പക്ഷെ ദേവിയുടെ ആഘോഷം ഇവിടെ കുറച്ച് കുറവാണ്. നമ്മള് നവരാത്രി എന്ന് പറഞ്ഞ് എല്ലാവരും ആഘോഷിക്കുമെങ്കിലും ഇവിടെ അവസാനത്തെ 3 ദിവസം ആണ് നമ്മൾ കൂടുതലും ആഘോഷിക്കുന്നത്. അതാണ് നമ്മൾ പൂജയെടുപ്പും വിദ്യാരംഭവും ഒക്കെ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ലാസ്റ്റ് 3 ദിവസം. ശരിക്കും അതിനു മുമ്പ് ഒരു 6 ദിവസം കൂടിയുണ്ട്. ആ 6 ദിവസത്തെ ഫംഗ്ഷൻസ് കൂടി വരുമ്പോഴാണ് നവരാത്രിയായിട്ട് സിമിലറാണ്. അതെ, ഒന്ന് ശ്രീരാമന്റെ വിജയം ആഘോഷിക്കുന്നു. ഇപ്പുറത്തെ സൈഡിൽ കാളിയുടെ വിജയം, അതായത് മഹിഷാസുരമർദ്ദിനിയായിട്ട് കാളി അവതരിക്കുന്നു. മഹിഷാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനെ നിഗ്രഹിക്കാനായിട്ട്. ആ അസുരൻ വളരെ പവർഫുൾ ആയിരുന്നു. ആ അസുരൻ ഒരു കാരണവശാലും ഒരു പുരുഷനെ കൊണ്ട് മരണം വരിക്കില്ല എന്നുള്ള അനുഗ്രഹം മേടിച്ച അസുരൻ
ബ്രഹ്മ വിഷ്ണു മഹേശ്വര 3 പേരും കൂടി വന്ന് ദേവിയായിട്ട് രൂപമെടുക്കുകയും അവതരിക്കുകയും ചെയ്ത് ആ ദുർഗാദേവിയാണ് മഹിഷിയെ അല്ലെങ്കിൽ മഹിഷാസുരനെ വധിക്കുകയും ലോകത്ത് സമാധാനം ഉണ്ടാവും. നമുക്കിപ്പോ ഈ പറയുന്ന കൊറോണ കാലത്ത് കൊറോണയെ ഒരു മഹിഷിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ നവരാത്രിയോടുകൂടി ദുർഗാദേവി ഇവിടെ അവതരിക്കുകയും ഈ മഹിഷി എന്ന അല്ലെങ്കിൽ കൊറോണ എന്ന് പറയുന്ന മഹിഷിയെ മാറ്റുമെന്നുള്ളത് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ജീവിക്കാവുന്നതാണ്. ഇപ്പോ ചേട്ടന്റെ അമ്മയും അച്ഛനും ഇവിടെ സ്ഥലത്തില്ല, അവര് കൂടി നമുക്ക് ഇവിടെ അമ്മയും അച്ഛനും ദുബായിലാണ്, അനിയന്റെ അടുത്താണ്. അവിടെ അനിയന്റെ 2 പെൺകുട്ടികളാണ്. രണ്ടാമത്തെ ആളുടെ ഡെലിവറിക്ക് വേണ്ടി കൂടിയൊക്കെയാണ് അമ്മ പോയത്. അപ്പൊ അതും പെൺകുട്ടിയാണ്, ഇവളും പെൺകുട്ടിയാണ്. എല്ലാം കൊണ്ടും ഐശ്വര്യവും സമൃദ്ധിയും മാത്രം കിട്ടുന്ന ഒരു ആഘോഷമായിട്ടാണ് നമുക്കിത്. എല്ലാ ആഘോഷങ്ങളും സമൃദ്ധിയാണ് കൊണ്ടുവരുന്നത്. പക്ഷെ നവരാത്രി ഒരു വളരെ സ്പെഷ്യൽ ആഘോഷം. ഇവിടെ നമ്മള് വളരെ മനോഹരമായിട്ട് പുലു വെച്ചിട്ടുണ്ട്. ഈ പുലുക്കളൊക്കെ നമ്മള് എവിടുന്നാണ് കളക്ട് ചെയ്യുന്നത്, എവിടുന്നാണ് വാങ്ങാൻ കഴിയുക? ഗുലുവിന്റെ സങ്കല്പത്തില് പണ്ടുകാലം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 150-200 വർഷം മുമ്പ് നമ്മൾ ഗുലുവിന്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മരത്തിലാണ് ആ ഗുലു ബൊമ്മകൾ ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോ നമ്മുടെ ഗുലുവിലും മരത്തിലുണ്ടാക്കിയ മരപ്പാച്ചി എന്ന് പറയുന്ന ഗുലു നമ്മൾ ഇപ്പോഴും വെച്ചിട്ടുണ്ട്. അതായത് 70 വർഷം 80 വർഷം പഴക്കമുള്ള മരപ്പാച്ചി ബൊമ്മകൾ നമ്മൾ ഇപ്പോഴും ഈ ഗുലുവിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം കാലം കഴിഞ്ഞു പോകും, ഓരോ പുതിയ സാധനങ്ങൾ വരുന്നു, അതിൽ മെറ്റീരിയൽസിലുള്ള മാറ്റങ്ങൾ വരുന്നു. അതിനുശേഷം കളിമണ്ണിലേക്കുള്ള പ്രതിമകൾക്കും പ്രിയം കൂടി വരുന്നു. അങ്ങനെ വന്ന് മധുരയിലും തമിഴ്നാട്ടിലും ഞാനിപ്പോ മനസ്സിലാക്കുന്നത് ഈ പ്രാവശ്യം അന്വേഷിച്ചു പോയി കഴിഞ്ഞപ്പോ വെസ്റ്റ് ബംഗാളിലൊക്കെ ബ്രഹ്മപുത്ര നദിയുടെ തീരത്തു നിന്നൊക്കെ കളിമണ്ണെടുത്തിട്ട്, ഗംഗയുടെ തീരത്തു നിന്നൊക്കെ കളിമണ്ണെടുത്തിട്ട് വളരെ നല്ല സൗന്ദര്യമുള്ള രൂപങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യം കൊറോണയുടെ പ്രശ്നങ്ങൾ കാരണം അവിടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ പ്രാവശ്യം ആ ബൊമ്മകളും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തായിരുന്നു. എല്ലാ വർഷവും 1-2 ബൊമ്മ സെറ്റുകളോ നമ്മൾ ഗുലു ഇതിലേക്ക് ആഡ് ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് എല്ലാവരും പിന്തുടരുന്നത്. മധുരൈ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഈ ബൊമ്മകള് പല ആൾക്കാരും ബൊമ്മകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന, അതായത് പുതിയൊരു ബൊമ്മ സെറ്റ് നവരാത്രിക്ക് ഗിഫ്റ്റ് ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്ന. ഇവിടെ നമുക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റിയിൽ കുറച്ച് ആൾക്കാർ ബൊമ്മ കൊലു വയ്ക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ അധികം പ്രചാരത്തിലുള്ള ഒരു വിശേഷമായിട്ട് കേരളത്തിൽ കാണുന്നില്ല. തമിഴ്നാട്ടിലൊക്കെ എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആൾക്കാരും ബൊമ്മക്കൊലു വയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. കേരളത്തിലും പിന്തുടരാവുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ചും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഇതേപോലത്തെ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ വീട്ടിൽ ബൊമ്മക്കൊലു വയ്ക്കുന്നു, നമ്മൾ എല്ലാ സ്ത്രീജനങ്ങളെയും നമ്മൾ പൂജിക്കുന്നു, ആരാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒരു കാരണവശാലും ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ഒരാള് നന്നാവുന്നു, ഒരു വീട് നന്നാവുന്നു, ഒരു സൊസൈറ്റി നന്നാവുന്നു എന്നുള്ള ഒരു ആംഗിളിൽ നോക്കിയാൽ ശരിക്കും എല്ലാ ആൾക്കാരും നവരാത്രിയും അതേപോലത്തെ ആഘോഷങ്ങളും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടതാണ്. ഈ 9 നവരാത്രി ദിവസങ്ങൾ കലയ്ക്കും അതേപോലെ തന്നെ വിദ്യകൾക്കും വളരെ പ്രാധാന്യമുള്ള രാത്രികളാണ്. അപ്പൊ അത് കാരണം തന്നെ ഇതേപോലത്തെ നമ്മുടെ വീട്ടില് അലങ്കാരങ്ങൾ ചെയ്യുക, ദുർഗയുടെയും ശ്രീരാമന്റെയും അല്ലെങ്കിൽ പല മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സിനെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കും ചെയ്യാവുന്നതാണ്, ചെയ്യേണ്ടതുമാണ്. ഈ പറഞ്ഞ പുറത്തുനിന്ന് എല്ലാം മേടിച്ചു വെച്ച് ആഘോഷിക്കുന്നതിനേക്കാളും ഈ പറഞ്ഞ നമുക്ക് തന്നെ വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് തന്നെ അത് പല ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ കുട്ടികൾക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന കളിപ്പാട്ടങ്ങൾ, ആ കളിപ്പാട്ടങ്ങളുടെ ഒരു ഭാഗം ഈ കുറച്ചു കാലം കഴിയാൻ നേരത്ത് അത് ഗൊലു ബൊമ്മയായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം പണ്ട് തൊട്ട് ഉണ്ടായിരുന്നതാണ്. ഇത് പറയുമ്പോൾ തന്നെ അമ്മൂമ്മ പലപ്പോഴായിട്ടും പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കഥയുണ്ട്. അതായത്
എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ചേട്ടൻ പണ്ട് തറവാട്ടിൽ ഗൊലു വെക്കുന്ന സമയത്ത് ഒന്നാമത് ഗൊലു വെക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 പടി ഉണ്ടാക്കി വെച്ച് അല്ലെങ്കിൽ 7 പടി പറയുന്ന പോലെ ഒറ്റ അക്കത്തിൽ കൊണ്ടുവന്ന് പടിയൊക്കെ വെച്ചതിന് ശേഷം കുംഭം വെച്ച് അതിനുശേഷം ബൊമ്മക്കൊല്ലുകൾ ഉള്ള നമ്മുടെ കയ്യിലുള്ള ബൊമ്മ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ബൊമ്മ ന്യൂസ് പേപ്പറിലും തുണിയിലൊക്കെ പൊതിഞ്ഞ് വെള്ളം തട്ടാതെ എല്ലാം സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ടാവും. ആ ബൊമ്മ പിന്നെ അടുത്ത നവരാത്രിയുടെ സമയത്തായിരിക്കും നമ്മൾ തിരിച്ചെടുക്കുന്നത്. ആ തിരിച്ചെടുത്തതിന് ശേഷം നവരാത്രിക്കുള്ള ഈ ബൊമ്മ അറേഞ്ച് ചെയ്ത് നല്ല വൃത്തിയായിട്ട് എല്ലാ സ്ഥലങ്ങളും ചെയ്തതിനു ശേഷം ഇതിന് അലങ്കാരങ്ങളുണ്ട്. ആ അലങ്കാരങ്ങൾ ഇപ്പൊ നമുക്ക് എറണാകുളത്ത് എവിടെയെങ്കിലും ബ്രോഡ്വേയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറെ അലങ്കാരങ്ങൾ മേടിയും കിട്ടുന്ന അലങ്കാരങ്ങളുണ്ടാവും, ആർട്ടിഫിഷ്യൽ അലങ്കാരങ്ങളുണ്ട്. പക്ഷെ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയല്ല. കുരുത്തോല വെച്ചിട്ടുള്ള അലങ്കാരങ്ങൾ, അതേപോലെ തന്നെ പലതരം ഗിൽറ്റ് പേപ്പറുകൾ, ആ ഗിൽറ്റ് പേപ്പറുകളും കളർ പേപ്പറുകളും ചുരുട്ടി അതിനെ നൂല് വെച്ച് കെട്ടി അതിനെ അലങ്കരിച്ച് കൊണ്ടുവന്ന് നമ്മൾ പലതും വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് കളഞ്ഞുകൊണ്ടിരുന്ന സാധനത്തിന് നമ്മളിപ്പോ പറയുന്ന പോലെ റീയൂസ്, റീസൈക്കിൾ, എന്ന് പറയുന്ന കാര്യങ്ങളുടെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് അതിനെ ഒരു ആർട്ടും അതിന്റെ അകത്ത് നമ്മളിപ്പോ ബോട്ടിൽ ആർട്ടും അതൊക്കെ ഒരു ആർട്ടായിട്ട് വരുന്നു. അതിന്റെ തന്നെ ഒരു പ്രാകൃത രൂപമായിട്ട് അന്ന് ചെയ്തുകൊണ്ടിരുന്നത് പല ഉപയോഗമില്ലാത്ത കാര്യങ്ങൾ ഉപയോഗശൂന്യമായിട്ട് നമ്മൾ കളഞ്ഞുകൊണ്ടിരുന്ന സാധനത്തിനെ കൊണ്ടുവന്ന് തിരിച്ച് മോടി പിടിപ്പിച്ച് അതിനെ ഒരു അലങ്കാര വസ്തുവാക്കി മാറ്റി. ചില കേസുകളിൽ ആ അലങ്കാര വസ്തുക്കൾ പിന്നെയും എടുത്തു വെച്ച് അടുത്ത വർഷവും ആ അലങ്കാര വസ്തുക്കൾ യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ചില വീടുകളിൽ അത് ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ കുട്ടികൾക്ക് ഇതിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫെസ്റ്റിവലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ വെക്കുന്നത് പലതും കഥകളും പുരാണങ്ങളും ബന്ധിച്ചിട്ടുള്ള ഒരു ബൊമ്മകളാണ് വെക്കുന്നത്. ഒരു കുട്ടിയെ വെറുതെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ നിനക്ക് കുചേലന്റെ കഥ പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഞാൻ നിനക്ക് ശ്രീരാമന്റെ കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ അത് അവൻ കേൾക്കുമായിരിക്കും, പക്ഷെ മനസ്സിലാക്കില്ല. അവന് ഇതേപോലെ ഒരു ബൊമ്മക്കൊലു കാണിച്ചിട്ട് ഈ ബൊമ്മക്കൊലുവില് ഇതാണ് നമ്മുടെ ശ്രീരാമ പട്ടാഭിഷേകം, എന്തുകൊണ്ട് ശ്രീരാമ പട്ടാഭിഷേകം ഉണ്ടാവുന്നു, എന്തൊക്കെയാണ് അതിന്റെ കഥകൾ എന്ന് പറയുമ്പോൾ ആ ഒരു ക്യാരക്ടറിന് ഏറ്റവും വളരെ എളുപ്പമായിട്ട് മനസ്സിൽ കൊണ്ടുവരികയും അത് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ പുരാണ കഥകളുടെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഈ ഒരു വിഷ്വലൈസേഷൻ കൂടിയാണ് ഇതിൽ നടക്കുന്നത്. ഓരോ കഥകളായിട്ടാണ് ഈ കൊലു അറേഞ്ച് ചെയ്യുന്നത് അല്ലേ? അതെ, ഓരോ കഥകളായിട്ടാണ്. വീട്ടിൽ കൊലു വയ്ക്കുന്ന വീട്ടിൽ തന്നെയാണല്ലോ ആഘോഷിക്കുന്നത്. അപ്പൊ വീട്ടിൽ അങ്ങനെ ഈ കലാപ്രാധാന്യം ഉണ്ടാവാൻ വേണ്ടി അതിന്റെ എന്തെങ്കിലും പ്രോഗ്രാംസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? 9 ദിവസം വൈകുന്നേരം ആവുമ്പോൾ ലളിതാ സഹസ്രനാമം, ലളിതാംബ ശോഭനം, സൗന്ദര്യ ലഹരി, മനുഷ്യാസുര നർദ്ദനി, നിങ്ങളുടെ ദേവിയുടെ എല്ലാ സ്വപ്നങ്ങളും കൂട്ടമായിട്ടും വീട്ടിലുള്ള എല്ലാവരും ചേർന്നും നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന അതിലും നിറയെ പേര് പാടുന്നവരുണ്ടാവും, കലാകാരികളുണ്ടാവും. അവരുടെ ഈ കലയൊക്കെ ഈ സമയത്ത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ടൈമാണ്. ഇപ്പൊ നല്ലോണം പാടുന്ന കുട്ടികളാകുമ്പോൾ അവർ വന്നിട്ട് ചെറിയതായിട്ടൊരു കച്ചേരി നടത്തും. അതായത് ദേവിയുടെ നാമങ്ങളായിരിക്കും കൂടുതലായിട്ടും പറയുന്നത്. അങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള ശ്ലോകങ്ങളും എല്ലാം ഈ 9 ദിവസവും മാക്സിമം ചെയ്യും. നമ്മുടെ 20 വർഷമായിട്ട് ഈ വീട്ടിൽ നമ്മള് നവരാത്രിക്ക് ഒരു മുടക്കമില്ലാതെ വെച്ച് പോകുന്നു. 20 വർഷമായിട്ടും നമ്മുടെ അടുത്തുള്ള വീടുകളിലുള്ള കുട്ടികൾ പുസ്തകം പൂജയ്ക്ക് വെക്കാനും അടുത്തുള്ള ഡേ കെയറുകൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ നിന്നുള്ള കുട്ടികളെ എഴുത്തിനിരുത്താനൊക്കെ ഇവിടെ എല്ലാ വർഷവും നവരാത്രിക്ക് എഴുത്തിനിരുത്തിക്കൊണ്ടിരുന്നതാണ്. ആ കുട്ടികളൊക്കെ ഇപ്പൊ പല ആൾക്കാരും ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അവര്. അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിയുമ്പോഴും 3 വർഷം കഴിയാൻ നേരത്ത് ഇവരെ കാണാൻ നേരത്ത് അവര് വരും. എന്നിട്ട് ഈ പറഞ്ഞ വെരി ഗുഡ് കിട്ടി അല്ലെങ്കിൽ 100 മാർക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് വന്ന് പറയുന്ന ഒരു സന്തോഷം നമുക്ക് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള വ്യക്തികളുടെ ഒരാളാണ്. എന്റെ മോൾക്കും എന്റെ അനിയന്റെ മോൾക്കും 2 പേർക്കും ഈ പ്രാവശ്യം എഴുത്തിനിരുത്തേണ്ട വർഷമാണ്. അപ്പോ വേറെ നമുക്ക് ഇപ്പൊ ഇവിടെ എഴുത്തിനിരുത്ത ആരാണ് എഴുത്തിനിരുത്തത്? ഞങ്ങളുടെ കസ്റ്റം പ്രകാരം, ബ്രാഹ്മൺ കസ്റ്റം പ്രകാരം അച്ഛനാണ് നാക്കില് ഹരിശ്രീ കുറിച്ച് കൊടുക്കേണ്ടത്. അപ്പൊ എഴുത്തിനിരുത്തേണ്ടത് അച്ഛനാണ്. അപ്പൊ അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും, പല തരത്തിലായിരിക്കും.
ഇവർക്ക് അല്ലെങ്കിൽ കൊല്ലൂർ മൂകാംബികയിലും നമ്മുടെ പനച്ചിക്കാടൊക്കെ വഴിപാടുകൾ ഉള്ളതാണ്. അവിടെ പോയി എഴുത്തിന് ഇരുത്തണം എന്നുള്ളത്. പക്ഷെ ഇവിടെ വിദ്യാരംഭത്തിന് വീട്ടിൽ തന്നെ ഇരുത്തി മോൾക്ക് നാക്കല് ഹരിശ്രീ കുറിച്ച് കൊടുക്കുന്ന ഒരു ഭാഗ്യം കൂടി ഈ വർഷമുണ്ട്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയും അതില് നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മുടെ ആദ്യത്തെ ഗുരു എന്ന് പറഞ്ഞത് അച്ഛനും അമ്മയാണ്. അതിനു ശേഷമാണ് ബാക്കിയുള്ള ഗുരു. ഇന്നിപ്പോ എല്ലാവരും ഹരിശ്രീ കുറിക്കാൻ എന്ന് പറഞ്ഞ് കുറച്ചും കൂടി ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടി പല സ്ഥലങ്ങളിലും അതൊരു ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു പ്രാർത്ഥന നമ്മള് ചെയ്യിക്കാൻ നേരത്ത് നമുക്ക് നല്ലത് വരാൻ വേണ്ടി നമ്മൾ ഒരാളോട് പ്രാർത്ഥിക്കാൻ നേരത്ത് അതിന് ഏറ്റവും നല്ല വ്യക്തി നമ്മൾ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും. നമ്മൾ നന്നായി കാണണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലാതെ വെറുതെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് 500 രൂപ കൊടുത്തു 1000 രൂപ കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കുന്നതിന് പകരം ഞാൻ നന്നായി കാണണം, എന്റെ മക്കൾ നന്നായി കാണണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴാണ് അതിനുള്ള വാല്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതാണ് നമ്മൾ പഴയ കസ്റ്റം ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചു തന്നുകൊണ്ടിരുന്നത് അത് തന്നെയാണ്. അപ്പൊ ആദ്യാക്ഷരം എങ്ങനെ കുറിക്കണം എന്നുള്ള അതിന്റെ ശരിയായ ഒരു രീതി പറയണമെന്ന് വളരെയധികം നമ്മുടെ ദുർഗാമോൾക്ക് ഈ വർഷം ആദ്യാക്ഷരം കുറിക്കാൻ പോകാമെന്ന് പറയേണ്ടത്. അപ്പൊ അത് താങ്കളാണ് അത് നിർവഹിക്കാൻ പോകുന്നത്. അപ്പൊ ദുർഗമോൾക്ക് അറിവിന്റെ നല്ലൊരു ലോകത്തേക്ക് മിടുക്കിയായിട്ട് വളരട്ടെ എന്ന് ഞങ്ങളെല്ലാവർക്കും വേണ്ടിയിട്ട് ആശംസിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് നവരാത്രിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കുടുംബത്തിലെല്ലാവരും ഒരുമിച്ചിരുന്ന് പറഞ്ഞു തന്നെ വളരെയധികം നന്ദി. ഇന്ന് നമ്മൾ ഇവിടെ ഇത് കാണുന്ന ബൊമ്മക്കുരു അത് എന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു സങ്കല്പത്തില് ചെയ്യുന്ന ഒരു ബൊമ്മക്കുരുവാണ്. ഭാരതത്തില് നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം, അതായത് എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു ബ്രോഡ് ഔട്ട്ലൈൻ ആണ് നമുക്ക് ഏത് സെലിബ്രേഷൻസ് ആണെങ്കിലും, ഇപ്പോൾ ഓണത്തിന്റെ ആണെങ്കിലും വിഷുവിനാണെങ്കിലും ഒരു ബ്രോഡ് ഔട്ട്ലൈൻ മാത്രമാണ് കിട്ടുന്നത്. അതിന് നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ആൾക്കാർ എങ്ങനെ ഇംപ്രവൈസ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ആഘോഷങ്ങൾ നമ്മൾ മുന്നിട്ട് കൊണ്ടുപോകുന്നത്. വിഷുവും ഓണവും ഒക്കെ നമ്മൾ തിരുവനന്തപുരത്ത് ആഘോഷിക്കുന്നുണ്ട്, എറണാകുളത്ത് ആഘോഷിക്കുന്നുണ്ട്, കോഴിക്കോട്, കണ്ണൂർ എല്ലാ സ്ഥലത്തും ആഘോഷിക്കുന്നുണ്ട്. ഇപ്പോൾ വിദേശങ്ങളിൽ വരെ ആഘോഷിക്കുന്നുണ്ട്. ആ ആഘോഷങ്ങൾക്ക് ഓരോന്നിനും ഓരോ നിറവും ഓരോ ടെക്സ്ചറുമാണ്. അതേപോലെ തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ പരിമിതമായിട്ടുള്ള അറിവുകൾ കൊണ്ട് നമ്മൾ സങ്കല്പിച്ച് ഇതായിരിക്കും, ഇങ്ങനെയായിരിക്കും എന്നുള്ള കുറെ സങ്കല്പങ്ങളും കുറെ റിയാലിറ്റികളും പിന്നെ പൂർവികരായിട്ട് അല്ലെങ്കിൽ കാരണവന്മാരായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന അറിവുകളെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ നവരാത്രി ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിൽ പക്ഷെ എസൻസ് അന്തസത്ത അല്ലെങ്കിൽ റൂട്ടായിട്ട് നിൽക്കുന്നത് ദേവീ സങ്കല്പവും അല്ലെങ്കിൽ ഭഗവത് സങ്കല്പമാണ്. അത് ഒരു കാരണവശാലും വിട്ടുകളയാതെ, എന്നാൽ അതിലേക്ക് എന്തൊക്കെ നമുക്ക് പുതിയ ലോകത്ത് മാറ്റങ്ങളിൽ എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും അതൊക്കെ ആഡ് ചെയ്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത പഴയ കാലങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ചിലപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കൊറോണയുടെ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അത് ഒഴിവാക്കി നിർത്തി പരസ്പരാകലം പാലിച്ച് മനസ്സുകൾ അകലാതെ എല്ലാവരും മാസ്കും സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്തതിന് ശേഷമാണ് ഇപ്പൊ ഈ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ പിന്നെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാലത്തും ഒരു സവർണ ആൾക്കാർക്കുള്ള ആഘോഷമാണെന്നൊന്നും ആരും എവിടെയും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ചെയ്യാവുന്ന ആഘോഷമാണ്, എല്ലാവരും ചെയ്യേണ്ട ആഘോഷമാണ്. ഇത് ചെയ്യുന്നതോടുകൂടി നമ്മൾ സ്ത്രീകളെ അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെ മാനിക്കണം എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ബോധം വീടുകളിലും ആൾക്കാരിലും ഉണ്ടാവുന്നു, അതുവഴി സൊസൈറ്റിയിൽ ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചുറ്റുവട്ടത്തും കേൾക്കുന്ന കുറെ വളരെ കുറവാണെങ്കിൽ കേൾക്കുന്ന കുറെ പ്രശ്നങ്ങൾ ഇതുവഴി ഒഴിവായി പോകും എന്നുള്ളതാണ് ഞങ്ങളുടെ വിനീതമായ അഭ്യർത്ഥന. എല്ലാവരും ഈ നവരാത്രി ഗോലു ഈ വർഷം വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ ആയിട്ട് നവരാത്രി ഗോലു വയ്ക്കുക. എല്ലാവരുടെയും വീട്ടിൽ സരസ്വതി ദേവിയുടെയും ദുർഗാദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയൊക്കെ അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.